ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് കണ്ണൻ ബാബു. ഞാനൊരു ഡാൻസറാണ്, അതുപോലെ തന്നെ ഒരു ഡിസൈനറുമാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ ഒരു ഫാഷൻ ഷോയ്ക്കൊക്കെ ഒരു തീം സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഡ്രസ്സ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? നോക്കിയാലും എന്തൊക്കെയാണ്? ഗൗൺ മതി, ഗൗൺ ചെയ്യാം. ഗൗൺ മതി, ഒരു ലോങ് ആയിട്ടുള്ളൊരു ഗൗൺ. നെക്ക് എങ്ങനെ കൊടുക്കും? നെക്ക് എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ കൊടുക്കാം. നൈസല്ലേ? അടിപൊളിയാ. സ്ലീവ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? ഈ സ്ലീവ് കൊടുക്കാം, അടിപൊളിയായിരിക്കും. പിന്നെ ബാക്ക് നെക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ബാക്ക് നെക്ക് ഇതുണ്ടോ, ഇതുപോലെ കൊടുക്കാം. ഇതുപോലെ കൊടുത്തിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യും, അപ്പോൾ കുറച്ച് കളറായിട്ടിരിക്കും. വെയിറ്റ് ഇങ്ങനെ ആയിരിക്കുമല്ലോ തിങ്കിങ്? ഇങ്ങനെയല്ല ശരിക്കും, ഇങ്ങനെയല്ല നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യും. അല്ല, ഞാൻ കുറ്റം പറയത്തൊന്നുമില്ല. ഞാനും പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ തന്നെയാണ് തിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇന്നൊരു സാധനം ഡിസൈൻ ചെയ്യണം, സ്ലീവിന്നത്, നെക്കിന്നത്, അതുപോലെ തന്നെ ഗൗൺ ആയിരിക്കണം, അല്ലെങ്കിൽ സ്കേർട്ടായിരിക്കണം, അല്ലെങ്കിൽ ടോപ്പായിരിക്കണം, അല്ലെങ്കിൽ ഷർട്ടായിരിക്കണം, അങ്ങനെ എന്ത് വാട്ടവർ ഇതായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒന്നുമല്ല നമ്മൾ ഒരു ഡ്രസ്സ്, ഒരു യുണീക്കായിട്ടുള്ളൊരു സാധനം നമ്മൾ ഡിസൈൻ ചെയ്ത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക? എങ്ങനെയായിരിക്കും നമ്മൾ തീം സെലക്ട് ചെയ്യുക? അപ്പോൾ തീം സെലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു തീം കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട്. അതല്ലാണ്ട് നമുക്ക് തീം എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഈ ലോകത്തുള്ള എന്തിനേയും നമുക്ക് തീമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിപ്പം എന്താ പറയുക, നമുക്കൊരു സിമ്പിളായിട്ട് പറയുന്ന ഒരു പക്ഷിനെ തീമാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു ആനിമലിനെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഒരു ബിൽഡിങ് പോലും തീമാക്കാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ ഫാഷൻ ഷോയിൽ ഞാൻ ചെയ്തത് ഷാമോസ്കാണ്. ഇസ്ഫഹാനിലുള്ളൊരു ഷാമോസ്കിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചാണ് ഞാൻ തീമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീം സെലക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഈസിയുമാണ്. പിന്നെ നമുക്ക് യുണീക്കായിട്ടുള്ളൊരു തീം സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് പോലും നമുക്ക് തീമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷികളെയൊക്കെ തീമാക്കാൻ പറ്റുമെന്ന് എനിക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ബിൽഡിങ്ങിനെ ഇതെങ്ങനെ നമുക്ക് തീമാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മുടെ ഡ്രസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഒരു പക്ഷീനെ എങ്ങനെയാണ് ഒരു ഡ്രസ്സിലേക്ക് ആക്കിയെടുത്തേക്കുന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഒരു ബേർഡിനെ പോലും നമുക്കൊരു തീമായിട്ട് സെലക്ട് ചെയ്ത് ഡ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ഇതുണ്ടോ, ഞാൻ സൈഡിൽ കൊടുക്കാം. അതിൽ കണ്ട ആ ഒരു ബേർഡിൻ്റെ കളേഴ്സാണ് അവർ തീമായിട്ട് എടുത്തിരിക്കുന്നത്. ആ കളേഴ്സ് എല്ലാം ആ ഡ്രസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു യുണീക്ക് പീസുമാണ്. പെട്ടെന്ന് നമുക്ക് കാണുമ്പം ഓക്കെ, ഇന്ന ബേർഡിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ തോന്നും. കാരണം ആ രീതിയിൽ ആ ഡ്രസ്സ് അതിൽ കൺവേ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഡ്രസ്സ് കണ്ടോ, ആ ഒരു സെയിം ബേർഡിനെ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ്. ഇത് രണ്ടിലും എന്താണ്, നമുക്കൊരു യുണീക്നെസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ നമ്മൾ നെക്കിന്നത് വെച്ചു, സ്ലീവിന് എന്ന് വെച്ചു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയുക, ആ ഒരു യുണീക്നെസ്സും അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു ഡ്രസ്സിലേക്ക് പോകും. പക്ഷെ ഇതൊക്കെ കണ്ടോ നമുക്ക് ഓക്കെ, ഇന്ന തീമിലാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു കളർ തന്നെയാണ് അതിൽ തീമായിട്ട്. കാരണം ഇതിലൊക്കെ കുറച്ച് കൺവേ ആവുന്നത് കളേഴ്സിലൂടെ തന്നെയാണ് അത് കൺവേ ആവുന്നത്. അതല്ലാണ്ടും നമുക്ക് വേറെ കളേഴ്സ് അല്ലാണ്ട് വേറെ രീതിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫ്ലവർ ഉണ്ട്, ഈ ഫ്ലവറിൻ്റെ മുകളിലൊരു റോസ് കളർ വന്നു, താഴേക്ക് വൈറ്റ്. ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ആ ഡ്രസ്സും ചെയ്തേക്കുന്നത്. അപ്പം അതെന്താണ്, അതും ഒരു യുണീക്കായിട്ടുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ കണ്ടോ, റോസാപ്പൂവിനെ വളരെ ഭംഗിയായിട്ടാണ് അവരത് എനിക്കിൻ്റെ ഡിസൈനേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനും ഇങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ എന്നോട് ഈ പറഞ്ഞ രീതി ചോദിച്ചപ്പോൾ ഞാൻ അവർക്കെല്ലാം അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന അതിലും ഈ ഡ്രസ്സിലും കണ്ടില്ലേ, ആ ഒരു റോസാപ്പൂവിൻ്റെ പെറ്റൽസ് എല്ലാം ഡ്രസ്സിൻ്റെ യോക്ക് പോർഷനിലും പിന്നെ കൊടുത്ത് അതും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണിത്. പിന്നെ അടുത്തത് ഇതും കണ്ടോ, ബ്ലൂവും വൈറ്റും ആ ഒരു ഗ്രേഡിയൻ്റൊക്കെ എക്സാക്റ്റ് ആ ഡ്രസ്സിൽ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആ സ്ലീവ്, ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബന്ദിപ്പൂ
ബന്ദിപ്പൂ, ജമന്തിപ്പൂ എന്നൊക്കെ പറയും. ജമന്തിപ്പൂവിൽ ചെയ്തേക്കുന്നതാണിത്. പിന്നെ അടുത്തത് ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല. ആ പൂവിൻ്റെ റെഡ് കളറാണ് തീമാക്കിയേക്കുന്നത്, വേറൊന്നും ഫ്രണ്ട് പോർഷനിൽ കാണത്തില്ല. പിന്നെ നെക്സ്റ്റ് ഇത് വളരെ രസമായിട്ടുള്ളൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു 2 ഫ്ലവേഴ്സിനെയാണ് അവർ അവിടെ ചെയ്തേക്കുന്നത്. ആ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഇങ്ങനൊരു വിരാന്നുള്ള ഒരു സാധനമുണ്ടല്ലോ, അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ആ ടോപ്പ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിലാണെങ്കിലും ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ചുരുങ്ങിയുള്ള അതും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ ക്ലൈമറ്റ് നമ്മുടെ ചരിത്രത്തിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു നമുക്ക് തിങ്കിങ് വരും. അതാണ് കണ്ടോ ആ ഒരു സ്കൈയുടെ വെച്ച് ചെയ്തേക്കുന്നത് കണ്ടോ, അത് ആ ഒരു ഗ്രേഡിയൻ്റൊക്കെ വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു നൈറ്റ് സ്കൈയുടെ ചെയ്തേക്കുന്നതാണത്. അത് ഈ പറയുന്ന രീതിയിൽ ഒരു ഷിമ്മർ മെറ്റീരിയലാണ് അത് ചെയ്തിരിക്കുന്നത്. ആ ഒരു മരത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കണ്ടോ, അതൊക്കെ ഒരു നെക്കിൻ്റെ പോർഷനിലൊക്കെ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഗാർമെന്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഡിസൈനേഴ്സിന്റെ ഒരു കഴിവ്, അവരുടെ ടാലന്റ് അതാണ്. പിന്നെ അടുത്തത് സ്കൈ, ആ മേഘങ്ങളുടെ ഡ്രസ്സ് കണ്ടോ, അതും വളരെ ആ മേഘങ്ങളുടേതെല്ലാം ആ ഒരു മേഘങ്ങൾ കണ്ടോ, നമ്മൾ ഇംപെർഫെക്ഷൻ ഒരു അബ്സ്ട്രാക്ട് വെയിലായിരിക്കത്തില്ലേ മേഘങ്ങൾ ഉണ്ടാകും. ആ ഒരു അബ്സ്ട്രാക്ട് വെയിൽ തന്നെയാണ് ആ ഒരു ഡ്രസ്സിലും ചെയ്ത് വെക്കുന്ന ഒരു പ്രോപ്പറായിട്ടൊരു സ്കേർട്ടൊന്നും അല്ലാണ്ട് അതൊരു കയറി ഇറങ്ങിയൊക്കെ കിടക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതും മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോഴും ഈ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്മൾ നല്ല രീതിയിൽ നോക്കണം. അത് അടുത്തൊരു വലിയൊരു ഘടകമാണ്. പിന്നെ ഇത് കണ്ടോ, കാർമേഘങ്ങളുടെ വെച്ച് ചെയ്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസും ഒരുപാട് ഇൻസ്പിറേഷണൽ ഡ്രസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു തീമിനനുസരിച്ചായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം. അതെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഡിസൈനറിന്റെ ഒരു ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടിയും ഫോട്ടോസുകളൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം മെയിനായിട്ടും ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക, അവർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കെന്നല്ല, എങ്ങനെയാണ് ഒരു ഷോയുടെ ഡ്രസ്സിന്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ. ഇതൊന്നും ആയിട്ടില്ല, ഇതൊരു തീം സെലക്ഷനും അതിന്റെ ഒരു ഔട്ട്പുട്ട് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഒരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ര സിമ്പിൾ ആയിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് ഒരു ഷോയ്ക്ക് ഇറക്കുന്നതൊക്കെ. അതിനൊരുപാട് പ്രോസസ്സ് നമുക്ക് ഈ പറയുന്ന ഉറക്കമില്ലാത്ത രാത്രികളും ഒക്കെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.